നമസ്കാരം. നാട്ടുവിചാരം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായി അമേരിക്കയിൽ റിലീസ് മുഹമ്മദ് ഖാലിൽ എന്ന കുറച്ച് പാലസ്തീനി അനുഭാവികൾ ധർണയും സമരവും പ്രക്ഷോഭവും എല്ലാം നടത്തുന്നുണ്ട്. അപ്പോൾ ഇന്നലെ അവിടെ ഒരു ചെറിയൊരു സംഭവം നടന്നിട്ടുണ്ട്. അമേരിക്കൻ ഫെഡറൽ ജഡ്ജി മൈക്കിൾ ഫാർബിയാഡ് മാസ്റ്റർ അദ്ദേഹം ഒരു ട്രംപ് ഭരണകൂടത്തിനെതിരെ ഒരു വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട്. മുഹമ്മദ് ഖാലിൻ്റെ കേസിൻ്റെ പശ്ചാത്തലം എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുള്ളിക്കാരൻ ആ യുവാവ് അമേരിക്കയിൽ ഒരു നിയമപരമായിട്ട് താമസിക്കുന്ന ഒരാൾ തന്നെയാണ്. അയാൾ വന്നിട്ട് പാലസ്തീൻ വംശജനാണ്. അയാൾ കൊളംബിയ സർവകലാശാലയിലെ വിദ്യാർത്ഥിയായിരുന്നു. പാലസ്തീൻ പിന്തുണയോടുകൂടി പ്രക്ഷോഭങ്ങളിലും അഭിപ്രായ പ്രകടനങ്ങളിലും പങ്കെടുത്തു എന്ന് വ്യക്തമാക്കുന്നുണ്ട്. 2025 മാർച്ചിൽ ഖലീലിനെ ലൂയിസിയാനയിലുള്ള ICE ഡിറ്റൻഷൻ സെൻറ്റർ തടവിലാക്കി. US സർക്കാർ അദ്ദേഹത്തെ ഹമാസിനോടുള്ള സാമാന്യ ബന്ധങ്ങൾ നിലനിർത്തിക്കുന്നുവെന്ന് ആരോപിച്ച് പ്രധാനമായും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രചാരണങ്ങൾ, സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ തുടങ്ങിയവയെ ആശ്രയിച്ചിട്ടാണ് വിമർശനം ഉന്നയിച്ചത്. ഇതിൽ കോടതി തീരുമാനിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ, 2025 ജൂൺ 11 നൽകിയ ഉത്തരവിൽ വിദേശ നയത്തിൻ്റെ ഹാനി എന്ന വാദം ഭരണകൂടം അന്യായമായി ഉപയോഗിച്ചു എന്നും ഇത് പ്രത്യക്ഷമായ ഭരണഘടനാ ലംഘനമാണെന്നും കോടതി വ്യക്തമാക്കി. പ്രഥമ ഭേദഗതി ഫസ്റ്റ് അമെൻഡ്മെൻറ്റ് പ്രകാരമുള്ള വാക്ക് സ്വാതന്ത്ര്യം, രാഷ്ട്രീയ അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള അവകാശവും പ്രാധാന്യമാണെന്ന് കോടതി പറഞ്ഞു. അയാൾ ഇവിടുത്തെ പൗരനല്ലെങ്കിലും നിയമം ഒരേപോലെ നിലനിൽക്കണമെന്ന് കോടതി കണ്ടെത്തി. പിന്നെ അയാളുടെ മേൽ കെട്ടിവെച്ചിരിക്കുന്ന ഒരു നിയമമുണ്ട്, INA 237A എന്ന നിയമ വകുപ്പ് ഭരണകൂടം അത്യന്തം അപൂർവം ഉപയോഗിച്ചതാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ജഡ്ജി വെള്ളിയാഴ്ച വരെ ഉത്തരവ് സ്റ്റേ ചെയ്തിട്ടുണ്ട്. അതായത് 13-ാം തീയതി വരെ ഉത്തരവ് സ്റ്റേ ചെയ്തിട്ടുണ്ട്. വെള്ളിയാഴ്ചക്കുള്ളിൽ സർക്കാരിന് അപ്പീൽ നൽകാൻ സമയമുണ്ട്. ഖലീലിൻ്റെ വക്കീൽ പറയുന്നത് ഖലീൽ എത്രയും പെട്ടെന്ന് ജാമ്യത്തിലിറങ്ങും എന്നൊക്കെയാണ് പറയുന്നത്. അദ്ദേഹത്തെ പൂർണ്ണമായി വിട്ടയക്കുന്നത് വരെ കോടതി നടപടികൾക്ക് തുടരും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എപ്പോൾ പുറത്തിറങ്ങും എന്നുള്ളതാണ് ലോകം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ. ജയ് ഹിന്ദ്.